ഡോക്ടർ ആതിരയായിരിക്കവേ തന്നെ സിനിമയിൽ എങ്ങനെ കയറി? ഡോക്ടർ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഡോക്ടറായതാ. ആണല്ലേ? അതെ. നമുക്കൊരു താല്പര്യമില്ലായിരുന്നു. ആണല്ലേ? അതെ അതെ. അതാ പല്ല് കാണുമ്പോൾ അറിയാം പ്രത്യേകമായി ഇതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? ആതിര എങ്ങനെയായിരുന്നു ഫിലിം ജേർണി ഒന്ന് പറയാമോ? ചെറുപ്പത്തിലെ സിനിമ ഇഷ്ടമായിരുന്നു. പക്ഷെ വീട്ടുകാർ പറഞ്ഞു ഒരു പ്രൊഫഷണൽ കോഴ്സ് കയ്യിലുണ്ടായതിനു ശേഷം എന്താന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ പഠിച്ച് ഇറങ്ങിയപ്പോ തൊട്ട് ഓഡീഷൻസിന് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ജിബൂട്ടി ചെയ്തു. പിന്നെ അതെ സിനു സാറിന്റെ പടം പാൽത്തു ജാൻവർ ചെയ്തു. അതെ പിന്നെ നടന്ന സംഭവം ചെയ്തു. ബിഷേറിന്റെ പടം ചെയ്തു. ഇപ്പൊ ഇന്നലെ ഒരു സിനിമ റോംകോം എന്ന് പറഞ്ഞ അനൗൺസ് ചെയ്തു. അതിനകത്ത് ലീഡാണ് ചെയ്യുന്നത്. അടിപൊളി. നമ്മളെ വീട്ടുകാർക്കുള്ള സമാധാനം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സമാധാനത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ മറ്റേയാൾ അങ്ങനെയല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ പാഷനായിട്ട് ഇത് തന്നെ ഫോളോ ചെയ്യാണ്. എന്റെ പേര് അഞ്ജു ഇബ്രഹാം. ഞാൻ കട്ടപ്പനയാണ് എന്റെ സ്വന്തം സ്ഥലം. ഓക്കെ, ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു പഠിക്കാൻ. ഞാൻ MSc മാത്സ് BEd പഠിച്ചു. പിന്നെ അതൊരു സൈഡിൽ വെച്ചിട്ട് ഇല്ല, എനിക്ക് ശ്രമമില്ല, വീട്ടുകാർ ശ്രമിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പാഷനൊക്കെ ചെയ്തു. ആക്ടിങ് ചെയ്യുന്നു, ആങ്കറിംഗ് ചെയ്യുന്നു, പാടുന്നു, എല്ലാം ചെയ്യുന്നുണ്ടല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പൊ are you guys married? No. No. മോശം കാര്യമൊന്നല്ലെന്ന്. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചോന്നല്ല ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ ഇവൾ കല്യാണം കഴിച്ചു, ഞാൻ അഞ്ചു മാരീഡ് അല്ലേ? അതിന് മാരീഡ് അല്ല, സമ്മതിച്ചു. നോ, ആദ്യം പറഞ്ഞു പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചു ചോദ്യം ഇച്ചിരി റോങ് ആയി പോയി. ഞാൻ മാരീഡ് ആണ്. ഹസ്ബൻഡ് പേര് നിജോ. ഞങ്ങൾക്കൊരു മോളുണ്ട്. അവളുടെ ഫസ്റ്റ് മൂവി ഓൾസോ റീസെന്റ് റിലീസായി. എന്ന് പറയുന്ന മൂവി ദിലീഷ് ചേട്ടന്റെ മോളായിട്ട് അവളാണ് അതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നിഹാര, ഹെർ നെയിം ഈസ് നിഹാര. അടിപൊളി. അപ്പൊ ഞാൻ അത് ചോദിക്കാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും ഈ അച്ഛനും അമ്മയായിട്ട് ജീവിക്കുന്ന സമയത്ത് ഈ അച്ഛനും അമ്മയും നമ്മളെ ഇങ്ങനെ ഓവർ പ്രൊട്ടക്ട് ചെയ്ത് പക്ഷെ കല്യാണം കഴിയുമ്പോ ഹസ്ബൻഡിന്റെ കൂടെ ഉള്ളപ്പോ കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അതിന് ആ ഫ്രീഡത്തിൽ നമുക്ക് സിനിമ ഇതെന്നൊക്കെ പറഞ്ഞ കുറെ പാഷൻസ് ഫോളോ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണോ അഞ്ജുന്റെ? ഞാൻ ആക്ച്വലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഐ വാസ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ബിഫോർ ഓൾസോ. പക്ഷെ ഞാൻ നിജു എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. അപ്പൊ അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് നിജോയോട് സംസാരിച്ചു. പുള്ളിയുടെ പാരന്റ്സിനോട് as well സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. കാരണം അവർക്ക് പിന്നെ തോന്നരുതല്ലോ. ഓക്കെ, അതങ്ങനെ തന്നെ. നമുക്ക് ഇന്ന് വേണ്ടി എന്തൊക്കെ ചെയ്തു തരേണ്ടി വരും അറിയോ? പാട്ട് പാടി തരേണ്ടി വരും. നമ്മളെ പുള്ളിക്കാരിയെ കൊണ്ട് നമ്മുടെ പല്ല് നോക്കിക്കും. അതിരാ ആൻഡ് അഞ്ജു, വെൽക്കം. അറിയാലോ, ഓടാൻ തയ്യാറായിക്കോളൂ, നേടാൻ പറ്റുള്ളൂ കേട്ടോ.